Hi, welcome to Analysis by NAD. Today we will discuss about the topic BPCC 104 First Block First Unit Introduction to Statistics Second Part Video. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വേരിയബിൾസ് വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിന്ന് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് നോക്കാം. നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സിന് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് സ്കോപ്പും ആപ്ലിക്കേഷൻസും ഉണ്ട്. അതായത് ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളിസി പ്ലാനിങ്ങിൽ, മാനേജ്മെൻറ്റിൽ, എഡ്യൂക്കേഷനിൽ, മാർക്കറ്റിങ്ങിൽ, അഗ്രികൾച്ചറിൽ, മെഡിസിൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട് റിസർച്ചിൽ. സൈക്കോളജിക്കൽ റിസർച്ചിനകത്ത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് എന്താണെന്ന് നോക്കാം. നമുക്കൊന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, റിസർച്ച് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോളജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. കെർലിംഗർ 1995 ഡിഫൈൻ ചെയ്യുന്ന അനുസരിച്ച് സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള, എംപിരിക്കൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഫെനോമിന ഗൈഡഡ് ബൈ തിയറി ആൻഡ് ഹൈപ്പോത്തസിസ് അബൌട്ട് ദ പ്രിസ്യൂംഡ് റിലേഷൻസ് എമംഗ് സച്ച് ഫെനോമിന. അതുപോലെ ബെസ്റ്റ് ആൻഡ് കാൻ ഡിഫൈൻ ചെയ്യുന്ന അനുസരിച്ച് റിസർച്ച് എന്ന് പറയുന്നത് അനാലിസിസ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആണ്, ഒബ്സർവേഷൻസ് ആണ്. ഇത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് മാനറിലായിരിക്കണം. ഈ ഒരു അനാലിസിസ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ ഇത് ലീഡ് ചെയ്യുന്നത് ജനറലൈസേഷൻസിലേക്കോ അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് തിയറീസിലേക്കോ ആയിരിക്കണം. അതിനെ പ്രെഡിക്ഷൻ ചെയ്യാനും പറ്റണം. റിസർച്ച് എന്ന് പറയുന്നത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഒരുപാട് റീസൺസ് ഉണ്ട് അതിന്. ഇൻവെസ്റ്റിഗേറ്റിംഗ് റിലേഷൻഷിപ്സ്, മെഷറിംഗ് എൻറ്റിറ്റീസ്, അതുപോലെ മേക്കിംഗ് പ്രെഡിക്ഷൻസ്, നമുക്ക് പ്രെഡിക്ഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ റിലേഷൻഷിപ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മെഷറിംഗ് എൻറ്റിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുക, അതായത് ആ ഒരു മെഷർമെൻറ്റിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഹൈപ്പോത്തസിസുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കൺക്ലൂഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കൺക്ലൂഷൻസ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു പോപ്പുലേഷനെ കുറിച്ചുള്ള കൺക്ലൂഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. ചില മെയിൻ കോമ്പണൻസ് ഉണ്ട് റിസർച്ചിന്. അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ആയിരിക്കാം, സാമ്പിൾ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ ആയിരിക്കാം, ഡാറ്റ കളക്ഷൻ ആയിരിക്കാം, ഡാറ്റ അനാലിസിസ് ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് ബ്രീഫ്ലി ഒന്ന് മനസ്സിലാക്കാം. ഒരുപാട് കോമ്പണൻസ് ഉണ്ട് റിസർച്ചിന്. ഇതിലെന്തായിരിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ആയിരിക്കാം, ഹൈപ്പോത്തസിസ് ആയിരിക്കാം, സാമ്പിൾ ആയിരിക്കാം, റിസർച്ച് ഡിസൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ ആയിരിക്കാം, ഡാറ്റ അനാലിസിസ് ആയിരിക്കാം. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ജനറൽ ഒബ്ജക്റ്റീവ് ആണ്. നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അതാണ് പ്രോബ്ലം. നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്തുകയാണെന്ന് വിചാരിക്കുക, നമുക്ക് എന്താണോ റിസർച്ച് ചെയ്യേണ്ടത് അതാണ് പ്രോബ്ലം. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ആ റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പാരൻ്റൽ ബിഹേവിയറും സെൽഫ് കൺസെപ്റ്റ് ഓഫ് അഡോളസെൻസും നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൺസിഡർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് പാരൻ്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കൺസെപ്റ്റ് ഓഫ് അഡോളസെൻറ്റ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്താം. ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർസീവ്ഡ് പാരൻ്റൽ ബിഹേവിയർ ആൻഡ് സെൽഫ് കൺസെപ്റ്റ് ഓഫ് അഡോളസെൻറ്റ്. ഇതാണ് അതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തുകൊണ്ട് ഒരു ജനറൽ ഫോക്കസ് ഈ ഒരു സ്റ്റഡിക്ക്, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂക്ക്, ഈ ഒരു പോയിന്റ് വെച്ചിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫോക്കസ് അതിനകത്തേക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സും അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വെച്ചിട്ടായിരിക്കണം നമ്മുടെ സ്റ്റഡി മൊത്തം നടക്കേണ്ടത്. നമ്മുടെ സ്റ്റഡി മൊത്തം നടക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം വെച്ചിട്ടായിരിക്കും. അതാണ് പ്രോബ്ലം. അടുത്താണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഈ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണോ കിട്ടേണ്ടത്, സയൻറ്റിഫിക് റിസർച്ചിലൂടെ നമുക്ക് കിട്ടേണ്ട ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ക്യാൻ ബി നൾ ഓർ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ദീസ് ഹാവ് ബീൻ ഡിസ്കസ്ഡ് അണ്ടർ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഹൈപ്പോത്തസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണോ നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് കിട്ടേണ്ട റിസൾട്ട്, അതിന് രണ്ട് വശങ്ങളുണ്ടായിരിക്കും ഹൈപ്പോത്തസിസ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന ഒന്നും ഉണ്ടാവും, യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നും ഉണ്ടാവും. അതാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അടുത്താണ് സാമ്പിൾ. സാമ്പിൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോപ്പുലേഷനിൽ നിന്നും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു ഗിവൺ
ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ആണ് എന്ത് സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു പോപ്പുലേഷൻ സാമ്പിളിംഗ് ആണ് സാമ്പിൾ. അടുത്ത റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിസർച്ചിനൊരു സ്ട്രക്ചറും അതുപോലെ ഒരു ഔട്ട്ലൈനും തരാൻ പറ്റുന്ന ഇൻഫർമേഷൻസും ഒക്കെ കറക്റ്റായിട്ട് തരാൻ പറ്റുന്ന ആ ഒരു രീതിയെ നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്ന സമയത്ത് ആ റിസർച്ച് പ്രോബ്ലത്തിന് നമുക്കൊരു കൺട്രോളും അതുപോലെ അതിൻ്റെ വേരിയൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി റിസർച്ച് ഡിസൈൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു റിസർച്ചറിന് ആൻസേഴ്സ് മനസ്സിലാക്കാനും റിസർച്ച് പ്രോബ്ലംസ് ഒരു ഒബ്ജക്റ്റീവ് ആണോ അല്ലെങ്കിൽ വാലിഡ് ആണോ അല്ലെങ്കിൽ ആക്യുറേറ്റ് മാനറിൽ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മൈൻഡിൽ, അതിൻ്റെ എക്കണോമിക്കൽ ആസ്പെക്റ്റുകൾ കറക്റ്റ് ആണോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് ഡിസൈൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരുപാട് തരത്തിലുള്ള വേരിയസ് റിസർച്ച് ഡിസൈൻസുകളുണ്ട്. എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ഉണ്ട്, നോൺ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ഉണ്ട്, ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ഉണ്ട്, ഫാക്ടോറിയൽ ഡിസൈൻസ് ഉണ്ട്, സ്മോൾ എൻ ഡിസൈൻസ് ഉണ്ട്, ടു നെയിം എ ഫ്യൂ. ഓക്കെ, ഇതിനകത്ത് കുറച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ്. സോ നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിസർച്ച് ഡിസൈൻ. നമ്മൾ എന്താണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ റിസർച്ച് ഡിസൈൻ മാറ്റി ഉപയോഗിക്കും. ഓക്കെ, അടുത്ത എന്താണ്? കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മൾ എന്താണോ നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ ആ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം. സോ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണോ, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയമാക്കാൻ പറ്റുമോ, അതുപോലെ ഇൻ്റർവ്യൂ മെത്തേഡിലൂടെയോ ഒബ്സർവേഷണൽ മെത്തേഡിലൂടെയോ ക്വസ്റ്റ്യനെയറിലൂടെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്റ്റഡിക്ക് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്താണ് ഡാറ്റ അനാലിസിസ് ചെയ്യണം എന്നുള്ളത്. സോ ഡാറ്റ അനാലിസിൻ്റെ സമയത്ത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, ഇനി അതിനെ അനലൈസ് ചെയ്യണം. സോ ഒരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്? ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ നോക്കണം, ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ നോക്കണം. രണ്ട് രീതിയിൽ നമ്മൾ അതിനെ ഡാറ്റയെ അനലൈസ് ചെയ്യും. സോ ഈ ഒരു പ്രസൻറ്റ് കോഴ്സിൽ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അത്ര തന്നെ മതിയോ ഇല്ലയോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അനാലിസിസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അടുത്താണ് കൺക്ലൂഷൻ ചെയ്യണം, ജനറലൈസേഷൻ ചെയ്യണം. സോ നമ്മൾ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്തു നമ്മൾ കൺക്ലൂഷൻ കൊടുക്കണം. ഇതിന് റിസർച്ചറിന് ഒരു പൊസിഷൻ ഓഫ് ജനറലൈസേഷൻ ഇതിനകത്ത് വരണം. ഓക്കെ, ഒരു പോപ്പുലേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തു, ഇനി അതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു കോമ്പണൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എത്രത്തോളം സൈക്കോളജിക്കൽ റിസർച്ചിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് റോൾ തന്നെയാണ് ചെയ്യുന്നത്. റിസർച്ചിനകത്ത്, സൈക്കോളജിക്കൽ റിസർച്ചിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതികളാണ് ഇതെല്ലാം. സോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസുകൾ വേണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് നിർബന്ധമാണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. സോ നമ്മളൊരു പോപ്പുലേഷൻ ഒരു സാമ്പിളിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതിനകത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സോ നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ സൈസ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിന് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്ന സാമ്പിൾ സൈസ് ആണ്. സാമ്പിൾ സൈസിനെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില ഫോർമുലാസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താണ് സ്കെയിൽസ് ഓഫ് മെഷർമെൻ്റ് എന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടി, അവനക്ക് ചിലപ്പോൾ 95 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് സെക്കൻഡ് റാങ്ക് കിട്ടി, പക്ഷേ 80 മാർക്കായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒബ്റ്റൈനിങ് തേർഡ് റാങ്ക് മേ ബി 79 മാർക്സ്. അവിടെ ഒരു മാർക്കിനാണ് ആ ഒരു തേർഡ് റാങ്ക് ആയത്. പക്ഷേ അവിടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിൽ എത്രയോ ഡിഫറൻസ് ഉണ്ടല്ലേ? 15 മാർക്കിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു തേർഡ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഒരു മാർക്ക് മാത്രമാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. നമ്മൾ റാങ്ക് വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ആകെ ഒരു റാങ്കിനുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ മാർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിൽ 15 മാർക്കിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും തമ്മിൽ ഒരു മാർക്കിന് ഡിഫറൻസ് ഉള്ളൂ. സോ അതിൻ്റെ പ്രോപ്പർട്ടി എന്തായി? രണ്ടും ഡിഫറൻ്റ് ആയി അല്ലേ? നമുക്ക് മെഷർ വേരിയബിൾസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ 4 സ്കെയിലുകളും നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ആദ്യം നോമിനൽ സ്കെയിലാണ്. ഈ ഒരു നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നോമിനൽ വാല്യൂസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ
മെയില് ഫീമെയില് ഇതൊക്കെ. ഇപ്പോൾ ജെൻഡറിന് നമ്മൾ കൊടുക്കുകയാണ് ഒരു നമ്പർ 1 കൊടുക്കുകയാണ്, ഫീമെയിലിന് നമുക്ക് എന്ത് ചെയ്യാം നമ്പർ 2 കൊടുക്കാം, അല്ലെങ്കിൽ ഫീമെയിലിന് നമ്പർ 1 കൊടുക്കാം, മെയിലിന് നമ്പർ 2 കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതുപോലെ റിലീജിയന് ക്രിസ്ത്യൻ അതുപോലെ തന്നെ നമ്പർ 1 കൊടുക്കാം, ക്രിസ്ത്യന് നമ്പർ 1 കൊടുക്കാം, ഹിന്ദുസിനാണെങ്കിൽ നമ്പർ 2, അതുപോലെ ജെയിൻസിനാണെങ്കിൽ നമ്പർ 3 കൊടുക്കാം, മുസ്ലിംസിന് നമ്പർ 4 കൊടുക്കാം. ഓക്കെ, ഏതിലാണോ ബിലോങ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കതിനെ മെൻഷൻ ചെയ്യാം, അങ്ങനെ മാറ്റിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യാത്ത ചിലതുണ്ടെങ്കിൽ നമുക്ക് നമ്പർ 5 കൊടുക്കാം. സോ ഈ ഒരു നമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് മീനിങ് ചെയ്യുന്നത് പ്യുവർലി നോമിനലാണ് കേട്ടോ. നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഇത്. നമ്മൾ റിലീജിയൻസിനെ നമ്മൾ നമ്പർ വൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജെൻഡറിനെ നമ്പർ വൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കിതിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അത് ക്വാളിറ്റേറ്റീവ് ആണ്, നാച്ചർ ക്വാളിറ്റേറ്റീവ് നാച്ചറാണ്, എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, എക്സ്ക്ലൂസീവ് നാച്ചറും ക്വാളിറ്റേറ്റീവ് നാച്ചറാണ് നോമിനൽ സ്കെയിൽസിനുള്ളത് കേട്ടോ. ജെൻഡർ, റിലീജിയൻ ഇതിനൊക്കെ നമ്മളിതിന് ടേം ചെയ്യുന്നുണ്ട്. ഇത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്, നോമിനാലിസ് എന്ന് പറഞ്ഞൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്ന നോമിനൽ എന്ന നെയിം വരുന്നത്. ഓക്കെ, ഇത് നെയിം എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. ഇത് ക്വാളിറ്റേറ്റീവ് നാച്ചറാണ്, വേരിയബിൾസ് ആയിട്ടാണ് കാണുന്നത്. ഈ നോമിനൽ സ്കെയിലിനകത്ത് ഒരു ഹയർ നമ്പർ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല ഹയർ വെയിറ്റേജ് ഉള്ള ഒരു വാല്യൂ ആണ്, ഹയർ വെയിറ്റേജ് ഉള്ള ഒരു കാറ്റഗറി ആണെന്നുള്ളത് ഒരിക്കലും ഇവിടെ മീൻ ചെയ്യുന്നില്ല. ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇംപ്ലൈ ചെയ്യുന്നത് ഈ ഒരു നോമിനൽ സ്കെയിലിനകത്തുള്ള നമ്പേഴ്സ്. ഓക്കെ, മറ്റേതിനെക്കാട്ടിലൊക്കെ വേഴ്സറാണ്, അതായത് നോമിനൽ സ്കെയിലിൽ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു സ്കെയിലാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി സ്കെയിൽ എന്ന് പറയുന്നത് ഇൻ്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും ഒക്കെയാണ്. ഓക്കെ, സോ നോമിനൽ സ്കെയിൽ ഇതിനകത്ത് ഏറ്റവും വരുന്ന ചീപ്പ് സ്കെയിലാണ് നോമിനൽ സ്കെയിൽ. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തതാണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നത് റാങ്ക്സ് ആണ്. ഈ ഒരു ഡാറ്റ നമുക്ക് അസൈൻ ചെയ്യുന്നത് റാങ്ക്സ് ബേസ്ഡ് ഓൺ വെദർ ദേ ആർ ലെസ് ഓർ മോർ, ഏറ്റവും കൂടുതൽ കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് കിട്ടിയത് എന്നുള്ള, ലോ ഓർ ഹൈ അല്ലെങ്കിൽ ബാഡ് ഓർ ഗുഡ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്കെയിലിംഗ് ആണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡിനൽ സ്കെയിലിന് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് റാങ്ക് ആയിട്ട് തിരിക്കുന്നതിന് എക്സാമ്പിളായിട്ട് പറയാം നമുക്ക്. ഓക്കെ, അതായത് ഒരു സ്റ്റുഡൻറ്റിന് 75 മാർക്ക് കിട്ടി മാത്തമാറ്റിക്സിന്, അവന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ 65 മാർക്ക് കിട്ടി സെക്കൻഡ് റാങ്ക് കൊടുത്തു. പിന്നെ തേർഡ് റാങ്ക് കൊടുത്തത് 64 മാർക്കിനാണ് തേർഡ് റാങ്ക് കൊടുത്തത്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഫസ്റ്റ് റാങ്ക് ആൻഡ് ദ സെക്കൻഡ് റാങ്ക് ഇസ് മോർ കമ്പയർഡ് ടു ബി ഡിഗ്രി ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്കൻഡ് റാങ്ക് ആൻഡ് തേർഡ് റാങ്ക്. തേർഡ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിൽ ആകെ ഒരു മാർക്കിന് ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിൽ ഏകദേശം 10 മാർക്കിന് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു ഓർഡിനൽ സ്കെയിലിൻ്റെ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്, മാർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും ഇവിടെ നോക്കുന്നില്ല. അടുത്താണ് ഇൻ്റർവെൽ സ്കെയിൽ. സോ ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു മെഷർ ഓഫ് സൈക്കോളജിക്കൽ വേരിയബിൾസിൽ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. ഈ ഒരു സ്കെയിലിൽ നമ്മൾ ഓർഡിനൽ സ്കെയിലിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ കാറ്റഗറീസ് റാങ്ക് ചെയ്യുന്നത് തന്നെയാണ്. എക്സ്ക്ലൂസീവ് ആയിരിക്കും. 2 പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കും. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ടേബിളിൽ 22 കിട്ടി 23 കിട്ടി, അടുത്തൊരു വൈറ്റ് ടേബിളിൽ 34 35 കിട്ടി. സോ 22 23 തമ്മിലുള്ള ആ ഒരു റാങ്ക് ഡിഫറൻസും അതുപോലെ അവരുടെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് തന്നെ ആയിരിക്കും 34 35 കിട്ടിയിട്ടുള്ള കുട്ടികൾക്കും ഉണ്ടാവുക. സോ അതിൻ്റെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. ഇൻ്റർവെൽ സ്കെയിലിൽ ഒരിക്കലും അബ്സല്യൂട്ട് 0 ഉണ്ടാവില്ല. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 0 ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ 0 അതിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ ഇൻ്റർവെൽ സ്കെയിൽ സബ്ജക്റ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. ഇനി അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് റേഷ്യോ സ്കെയിൽസിന് ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ ഇതിൻ്റെ 3ൻ്റെയും ക്വാളിറ്റീസ് വരുന്നതാണ് റേഷ്യോ സ്കെയിൽ. ഓക്കെ, ഇതിനകത്ത് അബ്സല്യൂട്ട് 0 ഉണ്ട്. അതായത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് ആബ്സെൻസ് ഓഫ് സെർട്ടൻ പ്രോപ്പർട്ടി ഓഫ് കാറ്റസിക്സ്, ചില പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ കാറ്റസിക്സോ അതിനകത്ത് ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, റേഷ്യോ സ്കെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത് ഇക്വി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് കാറ്റഗറീസ്. റേഷ്യോ സ്കെയിൽ നമുക്കൊരു ഇക്വി ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡ്ജസൻറ്റ് കാറ്റഗറീസിൽ നിന്നും. അതായത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, നമ്മളൊരു സ്കെയിൽ വെച്ചിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും ഈ ഒരു ടേംസ് എല്ലാം, ഈ ഒരു ടേംസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 kilogram ഓഫ് വീറ്റ് ആൻഡ് 2 kilogram ഓഫ് വീറ്റ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ 5 kilogram ഓഫ് വീറ്റ് ആൻഡ് 6 kilogram ഓഫ് വീറ്റ് ഇസ് സെയിം. 1 kilogram ഓഫ് വീറ്റും 2 kilogram ഓഫ് വീറ്റും
ഉള്ളതുപോലെ തന്നെയാണ് 5 കിലോഗ്രാം ഓഫ് വീറ്റും 6 കിലോഗ്രാം ഓഫ് വീറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, അതുപോലെ 10 കിലോഗ്രാം ഓഫ് വീറ്റും ഈസ് ഹാഫ് ഓഫ് 20 കിലോഗ്രാം ഓഫ് വീറ്റ് അല്ലേ. 10 കിലോഗ്രാം ഓഫ് വീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് 20 കിലോഗ്രാം ഓഫ് വീറ്റും സെയിം അല്ലേ. 20 കിലോഗ്രാമിൻ്റെ ഹാഫ് എന്താ? 10 കിലോഗ്രാം. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ തന്നെ 0 കിലോഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോ വീറ്റ് എന്നുള്ളതാണ്. 0 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അവിടെ വീറ്റില്ല. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. സോ നമുക്ക് റേഷ്യോ സ്കെയിൽ കൊണ്ട് ഒരുപാട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു ടേബിളിലൂടെ ഈ ഒരു 4 സ്കെയിലുകളെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ പറ്റും. സോ ഒന്നാമത്തെ നോമിനൽ സ്കെയിലാണ്. നോമിനൽ സ്കെയിലിന് ആകെ കാറ്റഗറീസ് എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, കാറ്റഗറീസ് എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ള പോയിന്റ് മാത്രമാണ് വരുന്നത്. നോമിനൽ സ്കെയിൽസിനകത്ത് റോൾ നമ്പേഴ്സ് അസൈൻ ടു സ്റ്റുഡൻസ്. ഓക്കെ, റോൾ നമ്പേഴ്സ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിലിൻ്റെ പ്രത്യേകത എന്താ? കാറ്റഗറീസ് ആർ എക്സ്ക്ലൂസീവ്. കാറ്റഗറീസ് എക്സ്ക്ലൂസീവ് ആണ്. കാറ്റഗറീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. കാറ്റഗറീസ് നമ്മളൊരു ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞത് റാങ്ക്സ് ഒബ്റ്റൈൻഡ് ബൈ സ്റ്റുഡൻസ് ഇൻ സൈക്കോളജി ക്ലാസ്സസ്. ഓക്കെ, ക്ലാസ് ടെസ്റ്റ്. റാങ്ക്സ് സൈക്കോളജി ക്ലാസ്സിൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള റാങ്ക്സ് ആണ് ഓർഡിനൽ സ്കെയിൽസിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അടുത്താണ് ഇൻ്റർവെൽ സ്കെയിൽ. ഇൻ്റർവെൽ സ്കെയിൽസിൽ കാറ്റഗറീസ് എക്സ്ക്ലൂസീവ് ആണ്. കാറ്റഗറീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. കറക്റ്റാണ്. ഇക്വി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് കാറ്റഗറീസ്, അതുകൊണ്ട് ഇക്വി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് കാറ്റഗറീസും കറക്റ്റ് ആയിട്ടുണ്ട്. സോ അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത് സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓൺ ആൻ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ആറ്റിറ്റ്യൂഡ് സ്കെയിലിനകത്ത് ഇൻഡിവിജ്വൽസിന് കിട്ടിയിട്ടുള്ള സ്കോർസ് ആണ് ഇൻ്റർവെൽ സ്കെയിൽസിന് എക്സാമ്പിൾ. ഇനി അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ കാറ്റഗറീസ് എക്സ്ക്ലൂസീവ് ആണ്. കാറ്റഗറീസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡർ. ഇക്വി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് കാറ്റഗറീസ് ആൻഡ് റിയൽ 0 ഈസ് പോസിബിൾ. സോ എറേഴ്സ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓൺ എ മെമ്മറി ടെസ്റ്റ് ആണ് റേഷ്യോ ടെസ്റ്റിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. എറേഴ്സ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓൺ എ മെമ്മറി ടെസ്റ്റ്. സോ റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ്. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോൾ എല്ലാ 4 ക്വാളിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു സ്കെയിലാണ് റേഷ്യോ സ്കെയിൽ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും വേസ്റ്റ്ഫുൾ സ്കെയിൽ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിലാണ്. അത് കഴിഞ്ഞിട്ട് ഓർഡിനൽ സ്കെയിൽ, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ സ്കെയിൽ, അതിന് ശേഷം വരുന്നത് റേഷ്യോ സ്കെയിൽ. അപ്പോൾ ഇത്രയാണ് സ്കെയിൽസിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഒരു ക്ലാസ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.